10 വർഷത്തെ ഹിറ്റ്ലർ ഭരണത്തിൽ ജനങ്ങൾ വെറുത്ത ഒരു പാർട്ടിയായിരുന്നു CPM. കൂടാതെ ജനങ്ങൾ അങ്ങേയറ്റം വെറുത്ത ഒരു നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നു പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർ വരെ വെറുത്ത ഒരു മുഖ്യനായിരുന്നു പിണറായി വിജയൻ എന്നതിൽ സംശയമില്ല. കാരണം മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തെന്നും സഭ്യമല്ലാത്ത ഭാഷകളൊക്കെ പിണറായി വിജയൻ മാധ്യമങ്ങളെ പ്രയോഗിക്കുമായിരുന്നു. അതെന്ന് മാധ്യമങ്ങളോട് പ്രയോഗിക്കുമായിരുന്നു. മാധ്യമങ്ങളോട് മാത്രമല്ല, സാധാരണക്കാരായുള്ള ജനങ്ങളോട് വരെ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു ധാർഷ്ട്യമായ ഒരു മനോഭാവത്തിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എല്ലാം തന്നെ പ്രയോഗിച്ചിരുന്നത്. കാരണം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തോ ഒക്കെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു പേരിലാണ് ജനങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നത്. മറ്റു നേതാക്കളൊക്കെ ആയിക്കോട്ടെ, ആർക്കും ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ധിക്കാരം നിറഞ്ഞ ഒരു മനോഭാവം ഒന്നും ഇല്ലായിരുന്നു. അത് ജനങ്ങളോടായിരുന്നാലും ശരി, മാധ്യമ പ്രവർത്തകരോടായിരുന്നാലും ശരി, ഇവരെല്ലാവരും സൗമ്യമായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി പിണറായി വിജയന്റെ ഒരു അടഞ്ഞ അധ്യായമാണ് ഇനി കേരളത്തിൽ ചരിത്ര താളുകളിൽ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് പിണറായിക്ക് ഇല്ല എന്നതാണ് വസ്തുത. നമുക്ക് അതൊക്കെ വിടാം. നിലവിൽ അനന്തപുരിയിൽ UDFന്റെ ഒരു തരംഗം, ആയിരക്കണക്കിന് ജനസമുദ്രം പോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകർ അല്ലെങ്കിൽ അണികളൊക്കെ വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, അതായത് അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുകയാണ്. നിലവിൽ UDF കേരളത്തിൽ ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷകളാണ്. കാരണം ജനകീയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അല്പസമയത്തിനുള്ളിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. എപ്പോഴും മാധ്യമങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയാണ് VD സതീശൻ. മാധ്യമങ്ങളോട് എപ്പോഴും സൗമ്യമായി മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളുടെ ഏത് പ്രശ്നവും സ്വന്തം പ്രശ്നമായി കണ്ട് അതിൽ ഇടപെടുകയും അതിനൊരു പരിഹാരം നടത്തുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ. നിലവിൽ പറയാത്ത കാര്യങ്ങൾ വാർത്തയാക്കരുത് എന്ന് മാധ്യമപ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് VD സതീശൻ. അതൊരു ഭീഷണിയുടെ സ്വരത്തിലല്ല, ഒരു കൂട്ടുകാരൻ എന്നൊരു രീതിയിലാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത്. കാരണം മാധ്യമ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയാണ് VD സതീശൻ. അതായത് പിണറായി വിജയൻ ചോദ്യം ചെയ്യുന്നത് പോലെ അല്ല VD സതീശൻ്റെത്. അതൊരു കൂട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങൾ വാർത്തകളൊക്കെ നൽകിക്കോളൂ, നിങ്ങളാണ് എൻ്റെ ശക്തി എന്നൊക്കെ VD സതീശൻ പറയുന്നുണ്ട്. പക്ഷേ തെറ്റായ വാർത്തകൾ, ഞാൻ പറയുന്നതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനൊരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നിങ്ങൾ നൽകരുത്, ദയവായി മാധ്യമപ്രവർത്തകർ അങ്ങനെ നൽകരുത് എന്ന് VD സതീശൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച കാർ ആയിരിക്കുമോ പുതിയ മുഖ്യമന്ത്രിയുടേതെന്ന ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയായി താൻ പുതിയ കാർ മേടിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് പലയിടങ്ങളിലും താൻ പറയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വാർത്തയായി പ്രചരിച്ചത്. VD സതീശന് കറുത്ത കാർ വേണ്ട എന്ന് പറഞ്ഞതാണ് പലരും റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയല്ലല്ലോ താൻ പറഞ്ഞതെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു. അതിനിടയ്ക്ക് കറുത്ത നിറമുള്ള എൻ്റെ പ്രൈവറ്റ് വാഹനത്തിൽ പോയതിനെ കുറിച്ച് മറ്റൊരു പ്രചരണമുണ്ടായി. VD സതീശൻ കറുത്ത കാറിൽ യാത്ര ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതേ കാറിൽ യാത്ര ചെയ്തല്ലോ എന്നായി പിന്നെ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയത്. അങ്ങനെയാണ് VD സതീശൻ പറഞ്ഞത്. ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്താ കറുത്ത കാറിന് കുഴപ്പം? മുഖ്യമന്ത്രി ഒരു പുതിയ കാർ മേടിച്ചാൽ അതൊരു തെറ്റായ സന്ദേശമായിരിക്കും ജനങ്ങൾക്കിടയിൽ നൽകുന്നത്. മുഖ്യമന്ത്രി ഒരു പുതിയ കാർ മേടിച്ചെന്ന് വെച്ച് ഖജനാവിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ 1-2 ദിവസം ചില വിമർശനങ്ങൾ ഉണ്ടായേക്കാം. പിന്നീട് അത്തരം വിമർശനങ്ങൾ താഴ്ന്നു പോവുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാണ് VD സതീശൻ പറയുന്നത്. നിലവിൽ സാമ്പത്തിക സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ പുതിയ കാർ മേടിക്കുന്നത് ഭരണ സംവിധാനത്തെക്കുറിച്ച് തെറ്റായ ഒരു സന്ദേശമായി മാറും. കാരണം നമ്മുടെ ഖജനാവ് വലിയ രീതിയിലൊരു പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ പുതിയൊരു കാർ വാങ്ങിക്കുന്നത് അതൊരു തെറ്റായ സന്ദേശം ഒരു ഭരണ നേതൃത്വത്തിന് നൽകും എന്നാണ് VD പറയുന്നത്. ഏത് വണ്ടിയായാലും അത് എത്ര കിലോമീറ്റർ ഓടിയതായാലും ഞാനത് ഉപയോഗിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. എനിക്ക് അത് മതി. അത് വലിയ ലാളിത്യമുള്ള ആളായത് കൊണ്ടൊന്നുമല്ല ഞാൻ ഇത് പറയുന്നത്. മുകളിലിരിക്കുന്ന ആളുകൾ പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് VD സതീശൻ പറയുന്നത്.